മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയരായ പ്രിയ ശമാശൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ലോകരക്ഷിതാവായ നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആയിത്തീരുവാൻ, അതിലൂടെ ആ രക്ഷാകരമായ പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാനും ഇന്ന് പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ നാം പരിശുദ്ധാലയത്തിലായിരിക്കുകയാണ്. 9-ാം മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിച്ചു. നമ്മുടെ പ്രാർത്ഥനകളുടെ ക്രമീകരണം 3rd hour, 6th hour and 9th hour, അങ്ങനെയാണ് അതിന്റെ ക്രമീകരണം വന്നിരിക്കുന്നത്. ഇപ്പോൾ 9-ാം മണി എന്ന് പറയുമ്പോൾ പലപ്പോഴും we may be confused. This is not 9 o'clock when we say 9th hour. The Jewish calculation of the time, they begins or their calculation begins at the evening, at 6 o'clock in the evening. 6 മണിക്ക് ആണ് ദിവസത്തിന്റെ ആരംഭമായിട്ട് യഹൂദ കണക്കുകളിലനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. വേദപുസ്തകത്തിൽ സന്ധ്യയായി വിശ്വസമായി 1-ാം ദിവസം എന്ന് പറയുന്നത് പോലെ, അതുകൊണ്ട് തന്നെ വൈകുന്നേരം 6 PM എന്ന് പറയുന്നത് ആ ദിവസത്തോടുകൂടി ദിവസം ആരംഭിക്കുകയും, വൈകിട്ട് 9 മണി എന്ന് പറയുന്ന, രാത്രി 9 മണി എന്ന് പറയുന്ന 3-ാം മണി, 12 മണി എന്ന് പറയുന്ന 6-ാം മണി, രാവിലെ 3 മണി എന്ന് പറയുന്നത് 9-ാം മണി, വീണ്ടും പ്രഭാതം തുടങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് ആരംഭിച്ച് രാവിലത്തെ 9 മണി എന്ന് പറയുന്നത് 3-ാം മണിയും, 12 മണി എന്ന് പറയുന്നത് 6-ാം മണിയും, ഉച്ച കഴിഞ്ഞ് നമ്മുടെ 3 മണി അല്ലെങ്കിൽ 3 o'clock എന്ന് പറയുന്നത് 9-ാം മണി. ആ ഒരു രീതിയിലാണ് ഈ ക്രമീകരണങ്ങൾ വരുന്നത്. നമ്മുടെ പിതാക്കന്മാര് ഈ സമയത്തെ ക്രമീകരിച്ച് ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലും ഇന്നത്തെ ഈ ക്രമീകരണങ്ങൾ ആ സമയ ക്രമീകരണം ചെയ്തിരിക്കുന്നത് പ്രഭാതം, 3-ാം മണി, 6-ാം മണി, 9-ാം മണി, അതിനുശേഷം നമ്മൾ സ്ലീപാരാധനയിലേക്ക് കടക്കുകയാണ്. പ്രഭാതത്തിൽ ആ വേദപുസ്തകത്തിൽ ഏവൻഗേലിയോൻ ഭാഗങ്ങൾ, ഗോസ്പൽ റീഡിംഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രഭാതത്തിൽ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ പീലാത്തോസിന്റെ മുൻപാകെ നമ്മുടെ കർത്താവിനെ നിർത്തുന്നതായ സംഭവമാണ് അവിടെ കാണുന്നത്. 3-ാം മണി നേരത്ത് പീലാത്തോസ് വിധി പ്രസ്താവിച്ച് കർത്താവിനെ കുരിശിൽ തറയ്ക്കുവാനായിട്ട് ഏൽപ്പിക്കും. അതുകൊണ്ടാണ് 3-ാം മണിയിൽ നമസ്കാരവും കഴിഞ്ഞ്, പ്രഭാതത്തിന്റെ 3-ാം മണി നമസ്കാരവും കഴിഞ്ഞാണ് നമ്മുടെ 1-ാമത്തെ ഫസ്റ്റ് പ്രൊസഷൻ, 1-ാമത്തെ ആ പ്രദക്ഷിണം ആരംഭിക്കുന്നത് 3-ാം മണി കഴിഞ്ഞാണ്. നമ്മുടെ കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെടുവാൻ വേണ്ടി കുരിശിലേക്ക് പോകുന്നത് കൊണ്ടാണ് കുരിശും ചുമന്നുകൊണ്ട് വലതുവശത്ത് ആ കുരിശും ചുമന്നുകൊണ്ട് ഉള്ളതായ നമ്മുടെ പ്രദക്ഷിണം നമ്മൾ ആരംഭിക്കുന്നത്. 6-ാം മണി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്നു. 9-ാം മണി സമയത്ത് ആ വായനയിൽ ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ കർത്താവ് പ്രാണനെ വിട്ടു. ഇനി നടക്കാൻ പോകുന്നത് കുരിശിൽ കിടക്കുന്നതായ നമ്മുടെ കർത്താവിനെ നമ്മൾ വന്ദിച്ച് അവന്റെ മുൻപാകെ വന്ദിച്ച് ആരാധിക്കുന്നതാണ് ഇവിടെ നടക്കുന്ന സ്ലീബാവനവിന്റെ ശുശ്രൂഷയിനി ഇവിടെ നടക്കപ്പെടുവാനായിട്ട് പോകുന്നത്. ഇങ്ങനെ പ്രഭാതം 3, 6, 9 ഈ മണികളിൽ നമ്മുടെ കർത്താവിന്റെ ആ കഷ്ടാനുഭവത്തിന്റെ ഓരോ ഘട്ടങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ആദ്യമ നൂറ്റാണ്ടുകൾ മുതൽ നിന്നുള്ളതായ കാര്യങ്ങൾക്ക് യാതൊരു വ്യത്യാസവും വരുത്താതെ ഒരു ക്രമീകരണം ചെയ്ത് ഇന്ന് നമ്മളത് അനുവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദുഃഖവെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച്, കുരിശിനെ കുറിച്ചൊക്കെ ഡോക്ടർ ആദായിലേക്ക് കൊറോസ്കോപ്പാച്ചൻ ഇവിടെ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ മരണം ഫുൾഡിൻജേഷൻ എന്ന് പറയുന്നതായ ഒരു ചിന്തകൻ പറയുന്നത് പോലെ എല്ലാവരും ജീവിക്കുവാനായി ജനിക്കുന്നു. എന്നാൽ ക്രിസ്തുവാകട്ടെ
മരിക്കുവാനായി ജനിച്ചു. അതുകൊണ്ട് തന്നെ ആ മരണവും ആ ജനനവും ആ മരണവും ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. നമുക്കറിയാം, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, knowingly or unknowingly, the birth and the death of Christ is related to our life. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, നമ്മൾ ആഗ്രഹിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും, യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ മരണവും എന്റെയും നിങ്ങളുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അത് ഞാൻ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അതിന്റെ ഭാഗമായി നമ്മൾ മാറിയിരിക്കുകയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും, നമ്മളൊക്കെ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ എവരിബഡി സെലിബ്രേറ്റ് ദെയർ ബർത്ത്ഡേ, ഓരോ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ജനനത്തെ കുറിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പറയും 1960 1970 1980 ഇന്ന ആള് ജനിച്ചു എന്ന് പറയും. ഈ 1960 70 80 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ ജീവിതവും മരണവും. ആ ദിവസത്തിന് നമ്മൾ പറയുന്നത് AD 2010 എന്നോ അല്ലെങ്കിൽ 14 or 15 എന്നോ പറയുമ്പോൾ that AD is Anno Domini, the year of our Lord. ആ AD എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആ കാല, അതിനോട് അനുബന്ധിച്ച് അവിടെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്റെയും നിങ്ങളുടെയും ജീവിതവും ജനനവും മരണവും എല്ലാം യേശുക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ വലിയ ദിവസത്തിൽ, ക്രിസ്തുവിന്റെ മരണത്തിൽ, ആ കഷ്ടാനുഭവാഴ്ചയിലൂടെ നമ്മൾ കടന്നുപോയി ഇന്ന് ദുഃഖവെള്ളിയാഴ്ച നമ്മളായിരിക്കുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഭവമായി മാറിയാൽ മാത്രമല്ലാതെ നമുക്ക് ഇതുകൊണ്ട് പങ്കെടുക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നത് ഒരു മിത്തോളജിക്കൽ ഫിഗർ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടുകഥകളിലെ ഒരു ആളായിട്ടോ ചില ആളുകളൊക്കെ കാണാറുണ്ട്. ബട്ട് ജീസസ് വാസ് എ ഹിസ്റ്റോറിക്കൽ ഫിഗർ. ഒരു ചരിത്രത്തിനകത്ത് ജീവിച്ച് ചരിത്രത്തിനകത്ത് യാഥാർത്ഥ്യമായിരുന്ന ഒരാളായിരുന്നു നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ ഈ മരണത്തെക്കുറിച്ച്, അത് ഒരു കെട്ടുകഥയിലെ ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ഇന്നിവിടെ ഒന്ന് കുമ്പിടുമ്പോൾ, നമ്മൾ ഇന്ന് ആ കുരിശിന്റെ മുമ്പിൽ വന്ദിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മൾ ഇന്ന് പങ്കുചേരുമ്പോൾ ഒരു കെട്ടുകഥയിലെ ദൈവത്തെയല്ല, മറിച്ച് ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനായ ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നതുള്ളത് മനസ്സിലാക്കുക. ക്രിസ്തീയ ചിന്തകന്മാർ മാത്രമല്ല, യേശുക്രിസ്തു ജനിച്ചുവെന്നും അവൻ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. AD 90 യഹൂദ ചരിത്രകാരനായിരുന്ന ജോസീഫസ് അദ്ദേഹത്തിന്റെ ആന്റിക്വിറ്റീസ് 1863, ഇത് ക്രിസ്ത്യാനികളൊന്നും എഴുതി വെച്ചിരിക്കുന്നതല്ല, ഒരു യഹൂദൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ യേശു എന്ന പേരുള്ളതായ ജ്ഞാനിയായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവന്റെ വീര്യപ്രവർത്തികളിലും പഠിപ്പിക്കലുകളിലും ആളുകൾ ആകർഷിക്കപ്പെട്ട് അവനെ ഗുരുവായി അംഗീകരിച്ചു. അവനെ അനേക യഹൂദന്മാരും യവനന്മാരും അവനെ അനുഗമിച്ച് അവരുടെ മനം അവൻ കവർന്നു. അവൻ മശിഹായായിരുന്നു. നമ്മുടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവന്റെ മേൽ കുറ്റമാരോപിച്ചു. പീലാത്തോസ് അവനെ കുരിശിൽ തറയ്ക്കുവാനേൽപ്പിച്ചു. എന്നാൽ അവനോട് ചേർന്നിരുന്നവർ അവനുള്ള വിശ്വാസം ഉപേക്ഷിച്ചില്ല. പ്രവാചകന്മാർ അരുളി ചെയ്തതുപോലെ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് അവർ പ്രത്യക്ഷനായി. അവനെ അനുഗമിച്ചിരുന്നവരുടെ കൂട്ടത്തിന് ക്രിസ്ത്യാനികളെന്ന് അവർ വിളിക്കപ്പെടുന്നു. ഈ ദിവസം വരെയും അവർ അപ്രത്യക്ഷരായി. ഇത് ക്രിസ്ത്യാനികൾ എഴുതി വെച്ചിരിക്കുന്നതല്ല. AD 90 യഹൂദ ചരിത്രകാരനായ ജോസീഫസ് അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് ആന്റിക്വിറ്റീസ് എന്ന് പറയുന്നത്. ആ പുസ്തകം ഇംഗ്ലീഷിൽ ഇവിടെ ലഭ്യമാണ്. അതിന്റെ 1863 ആ ഭാഗത്ത് ജോസീഫസ് എഴുതി വെച്ചിരിക്കുകയാണ് യേശുക്രിസ്തു ജീവിച്ചിരുന്നുവെന്നും
അവനെ അനുഭവിച്ചിരുന്നുവെന്നും അവനെ കുരിശിൽ തറയ്ക്കുവാൻ ഏൽപ്പിച്ചുവെന്നും അവൻ മരിച്ച് അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റുവെന്നും അവനെ അനുഗമിക്കുന്ന ആളുകളാണ് ക്രിസ്ത്യാനികളെന്നും ജോസഫസ് എഴുതിയിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് അവൻ കേവലം കെട്ടുകഥകളിലെ ഒരു ദൈവമല്ല, മറിച്ച് ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ AD 64 റോമാ പട്ടണത്തിൽ തീ പിടിച്ചപ്പോൾ അന്ന് റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് അദ്ദേഹത്തിന്റെ അനൽസ് 15:44 അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ വിഭാഗത്തിന്റെ സ്ഥാപകന്റെ പേര് ക്രിസ്തു. അവനെ അനുഗമിക്കുന്ന ആളുകളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നു. AD 64 ടാസിറ്റസ് എന്ന് പറയുന്നതായ റോമൻ ചരിത്രകാരൻ എഴുതി വെച്ചിരിക്കുന്നതായ സംഭവമാണ് ഞാനിപ്പോൾ വായിച്ചത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ സമയമല്ല, ആളുകൾക്ക് ശ്രദ്ധിക്കുവാൻ പറ്റിയ ഒരു സമയമല്ല. എന്റെ ഒച്ചയും ശരിയല്ല, അതുകൊണ്ട് ഞാൻ അധികം ദീർഘമായി പ്രസംഗിക്കുന്നില്ല. 2 ചെറിയ കാര്യങ്ങൾ മാത്രം ചിന്തയിലേക്ക് കൊണ്ടുവരട്ടെ. യേശുക്രിസ്തുവിനെ നമ്മൾ ഇന്ന് ആരാധിക്കുന്നു. നമ്മുടെ കർത്താവും ദൈവവുമായി അവനെ ആരാധിക്കുമ്പോൾ അവൻ ക്രൂശിൽ മരിച്ച സ്ലീബായെ നമ്മൾ ഇവിടെ വർണ്ണിക്കുകയാണ്. അച്ഛൻ ക്രൂശിന്റെ പഴയ നിയമത്തിലുള്ളതായ പ്രാധാന്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. നമ്മളിവിടെ കുമ്പിടുമ്പോൾ നമ്മൾ പറയുന്നതായ ഒരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. ശാപമായിരുന്ന ഒരു വസ്തുവാണ് കുരിശെന്ന് പറയുന്നത്. പേർഷ്യക്കാരുടെ കാലത്ത് ഭൂമിയെ അശുദ്ധമാക്കാതിരിക്കാൻ വേണ്ടി വലിയ കഠിന കുറ്റവാളികൾക്ക് കൊടുക്കുന്നതായ ഒരു ശിക്ഷയായിരുന്നു അത്. റോമാക്കാരുടെ കാലത്തും അത് തുടർന്നു വന്നു. ഭൂമി മലിനമാക്കാതെ ക്രൂശിൽ കിടക്കുന്നവൻ അനേക ദിവസം അവിടെ കിടന്ന് ആ ശരീരം കഴുകനും പക്ഷികളും വന്ന് തിന്ന് അങ്ങനെ അവൻ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനാകും. ആ ക്രൂശ് നമ്മുടെ രക്ഷയുടെ അടയാളമായി, അതിൽ മരിച്ച കർത്താവിനാൽ അത് ശ്രേഷ്ഠമായ അടയാളമായിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ക്രൂശിലൂടെ നമുക്ക് തരുന്ന വലിയ 1-2 സന്ദേശങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമയുടെ ക്രൂശിന്റെ ഏറ്റവും മഹത്തായ ഒരു സന്ദേശമാണ് ഈ ക്ഷമയുടെ സന്ദേശം എന്ന് പറയുന്നത്. ക്രൂശിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ മറ്റുള്ളവർ ശപിക്കും. കഠിനമായ വേദന. ഈ 3 ആളുകളിൽ ശരീരം തൂങ്ങിക്കിടക്കുമ്പോൾ ഓരോ ജോയിന്റും ശരീരത്തിന്റെ ഇടുക്കുകൾ ഓരോന്നും പറഞ്ഞു പോരുന്നതായ അത്രമാത്രം കഠിനമായ വേദന, മനോവേദന, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടതായ കഠിനമായ ഏകാന്തത, ഇതിലെല്ലാം കിടക്കുമ്പോൾ അനുഭവിച്ച് കിടക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ലുധിയാന മെഡിക്കൽ കോളേജിലെ ഡോക്ടർ KR നമ്പൂതിരിപ്പാട് അദ്ദേഹം ഒരു ബ്രാഹ്മണനായി. അദ്ദേഹം ക്രിസ്ത്യാനിയായത് എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായ വാക്കുകൾ ഇതാ: ക്രിസ്തുവിന്റെ അന്ത്യനിമിഷങ്ങളെ കുറിച്ച് ഞാൻ സുവിശേഷങ്ങളിൽ വായിച്ചു. ആ മരണം ദിവ്യമാണ്. തന്നെ നിന്ദിച്ച് അവഹേളിച്ച് കൊല്ലാനിരിക്കുന്നവർക്ക് വേണ്ടി കരുണയോടുകൂടി തന്റെ പിതാവിനോട് മാപ്പിരക്കുന്നതായ ആ രംഗം ഏത് ഹൃദയമില്ലാത്തവരുടെയും ഹൃദയത്തെ, അത്ര ഹൃദയശൂന്യനായവരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. തന്റെ മരണവിധിയിൽ പോലും തൂങ്ങിക്കിടക്കുന്ന കള്ളനെയും കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെയും ശിഷ്യനെയും ജനതയെയും കുറിച്ച് ചിന്തിക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്ക് കഴിയും? ആ വലിയ സ്നേഹവും ക്ഷമയും ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് കാണിക്കുവാൻ സാധിക്കുന്നത്? ഈ വലിയ ക്ഷമയുടെ സന്ദേശം, സ്നേഹത്തിന്റെ സന്ദേശം ലുധിയാന മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ KR നമ്പൂതിരിപ്പാടിനെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ, കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും എല്ലാം പലപ്പോഴും വേദനകൾ ഏൽക്കേണ്ടി വരുന്നതായ, മുറിവുകൾ ഏൽക്കേണ്ടി വരുന്നതായ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുന്നു, നാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ
എങ്ങനെയാണ് നമ്മുടെ മനോഭാവം എന്നുള്ളത് ക്രൂശിലേക്ക് നോക്കി നമുക്കൊന്ന് വിലയിരുത്തുവാനുള്ള ഒരു അവസരമാണ്. ചില ആളുകളുണ്ട്, അവരുടെ ചിന്താഗതി മരിച്ചാലും ഞാൻ അവനോട് മിണ്ടുകയില്ല, അല്ലെങ്കിൽ പക അവസാനിക്കുകയില്ല എന്ന് ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആലുവായിൽ നടന്ന ഒരു സംഭവം പത്രങ്ങളിൽ വന്നത് നിങ്ങൾ വായിച്ചു. കുഞ്ഞുനാളിലെ അമ്മ കാണിച്ച അവഗണനയുടെ പേരിൽ മകള് വാർദ്ധക്യത്തിൽ രോഗിയായി കിടക്കുന്ന അമ്മയെ ശുശ്രൂഷിക്കുവാൻ ആരെയും അനുവദിക്കാതെ ആ കിടക്കയിൽ കിടക്കുന്നതായ അമ്മയെ അനേക നാൾ പട്ടിണിയിട്ട് ആ അമ്മയെ കൊന്നു എന്നൊരു സംഭവം പത്രങ്ങളിൽ നാട്ടിൽ വായിച്ചു കേൾക്കാനിടയായി. തനിക്ക് ചെറുപ്പത്തിൽ ലഭിച്ചതായ ഒരു വേദനയുടെ പേരിൽ ജീവിതത്തിൽ തന്റെ വാർദ്ധക്യത്തിലായിരിക്കുന്ന അമ്മയോട് പ്രതികാരം വീട്ടുന്ന മകൾ. എന്നാൽ ഗ്രഹാം സ്റ്റെയിൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസ് ഇന്ത്യയിലെ ഒറീസയില് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നു വന്നു. ഭാര്യ ഗ്ലാഡിസും തന്റെ കുഞ്ഞുങ്ങളുമായി വന്ന ആ ഓസ്ട്രേലിയൻ മിഷണറി, അദ്ദേഹം മറ്റാളുകൾ കടന്നു ചെല്ലാത്ത സ്ഥലത്ത് പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുമായി നിൽക്കുന്ന രോഗികളെ സ്നേഹപൂർവ്വം മുറിവുകൾ തലോടി അതിനെ സൗഖ്യമാക്കി ചുംബിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ആ ഓസ്ട്രേലിയൻ മിഷണറി ഒരിക്കൽ അദ്ദേഹവും തന്റെ കുഞ്ഞുങ്ങളും ഒരു സ്ഥലത്ത് പോയിട്ട് മടങ്ങി വരുമ്പോൾ ഏതാനും തീവ്രവാദികൾ, ഏതാനും ദുഷ്ടമനുഷ്യര് അദ്ദേഹത്തെയും ആ കുഞ്ഞുങ്ങളെയും ആ സഞ്ചരിച്ച വാഹനത്തോടുകൂടെ കത്തിച്ചു അഗ്നിക്കിരയാക്കി. അന്യദേശത്ത് തന്റെ ഭർത്താവും തന്റെ കുഞ്ഞുങ്ങളുമെല്ലാം മരിച്ചു ഏകാന്തയായി വേദനയോട് നിൽക്കുന്ന ഗ്ലാഡിസ് എന്ന് പറയുന്ന ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യയോട് ഒരു പത്രലേഖകൻ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്ന ആ മനുഷ്യനോടുള്ളതായ നിങ്ങളുടെ വികാരം എന്താണ്? നിങ്ങളുടെ മനോഭാവം എന്താണ്? ആ സ്ത്രീ പറഞ്ഞു, ഞാനും എന്റെ ഭർത്താവും എന്റെ കുഞ്ഞുങ്ങളും 4 വയസ്സ് മുതൽ പ്രായമുള്ള എന്റെ കുഞ്ഞുങ്ങളും ഓരോ രോഗികളെയും ചെന്ന് ശുശ്രൂഷിച്ച് അവരുടെ വ്രണങ്ങളിൽ തൊട്ട് അതെല്ലാം തുടച്ച് വൃത്തിയാക്കി അവരെ ശുശ്രൂഷിച്ചു. എന്നാൽ ഇപ്പോൾ എന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്. എന്റെ ഭർത്താവും എന്റെ കുഞ്ഞുങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു. ഈ അന്യദേശത്ത് ഇപ്പോൾ ഞാൻ ഏകാകിയാണ്. എന്റെ ഭർത്താവും എന്റെ കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടതിന്റെ വേദന എന്റെ ഹൃദയം ഇപ്പോൾ തകരുകയാണ്. എന്നാൽ എന്റെ കർത്താവിന്റെ ക്രൂശിലെ സ്നേഹം എന്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊന്നവരോട് ക്ഷമിക്കുവാൻ എന്നെ നിർബന്ധിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് ഗ്ലാഡിസ് എന്ന് പറയുന്ന ആ സ്ത്രീ പത്രലേഖകരോട് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ചെറിയ മുറിവേൽക്കുമ്പോൾ മറ്റാരെങ്കിലും ജീവിത പങ്കാളിയിൽ നിന്നോ മക്കളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ സഹജീവികളിൽ നിന്നോ നമുക്ക് ലഭിക്കുന്നതായ ചെറിയ മുറിവുകൾ പോലും പലപ്പോഴും പകയും വിദ്വേഷവുമായി മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ അന്ത്യനിമിഷം വരെയും പലപ്പോഴും ഈ മനോഭാവത്തോടുകൂടി നാം മുന്നോട്ട് പോകുമ്പോൾ ക്രൂശിലെ സ്നേഹം അവിടെ കിടന്നുകൊണ്ട് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ ക്രൂശിന്റെ സ്നേഹം ഇന്ന് നമ്മോട് പറയുന്നു, ഏറ്റ മുറിവുകളെ തമ്പുരാന്റെ ക്രൂശിന്റെ ചുവടിൽ സമർപ്പിക്കുവാൻ, ഏൽപ്പിച്ച മുറിവുകൾ മറ്റുള്ളവരോടുള്ളതായ പകയും വിദ്വേഷവും എല്ലാം കർത്താവിന്റെ ക്രൂശിന്റെ ചുവടിൽ സമർപ്പിച്ചുകൊണ്ട് ക്ഷമയുടെ മനോഭാവത്തോടുകൂടെ ഇന്ന് മടങ്ങി പോകുവാൻ ഈ ക്രൂശ് നമ്മോട്, ക്രൂശിതനായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. മറ്റൊരു വലിയ സന്ദേശം എന്ന് പറയുന്നത് ക്രൂശിലെ ആ നിലവിളിയാണ് കർത്താവിന്റെ. ഏതൊരു മനുഷ്യന്റെയും ഹൃദയം തകരുന്നതായ നിലവിളി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. ദൈവത്തിന്റെ പുത്രനാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നത്. വേദപണ്ഡിതന്മാര് പറയുന്നത്, ആ ഭാഗത്തെ കുറിച്ചുള്ള വ്യാഖ്യാനം നൽകുന്നത്, ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 22-ാം സങ്കീർത്തനം. കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി അവർക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കും. പ്രതിസന്ധിയിലാകുമ്പോൾ, കഷ്ടതയിലാകുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളതായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്ന, വേദനകളിൽ വരുമ്പോൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണെങ്കിൽ പോലും ദൈവശാസ്ത്രപരമായ ഇതിന് വലിയ ഒരു അർത്ഥമുണ്ട്. വേദപുസ്തകത്തിൽ കർത്താവ് പിതാവിനെ ഒരേ ഒരു ഭാഗത്ത് മാത്രമേ ദൈവമേ എന്ന് വിളിക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും പിതാവേ എന്നാണ് വിളിക്കുന്നത്.
മനുഷ്യകുലത്തിന്റെ പാപം മുഴുവനും തന്നിലേക്ക് തന്നെ ഏറ്റുകൊടുത്തുകൊണ്ട് പാപ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയെങ്കിൽ ആ പാപത്തിന്റെ തീഷ്ണതയുടെ വേദന ഒരു നിമിഷമെങ്കിലും ദൈവപുത്രൻ അനുഭവിച്ചറിഞ്ഞതിന്റെ അതുകൊണ്ട് തന്റെ വായിലൂടെ ആ നിലവിളി ഉയർന്നതെന്നാണ് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പലപ്പോഴും എന്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാകും, എന്റെ ദൈവമേ ഇതെന്തുകൊണ്ട്? 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതായ ഒരു മനുഷ്യൻ വേദനയോടെ ചോദിച്ച ചോദ്യം, എന്റെ ദൈവമേ ഇതെന്തുകൊണ്ട് സംഭവിച്ചു? പലപ്പോഴും നമ്മളൊക്കെ ഉത്തരം കിട്ടാതെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ കർത്താവ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ചോദിച്ചിട്ട് ഉടനെ തന്നെ പറയുന്നു, പിതാവേ നിന്റെ കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഈ ലോകത്തിൽ കഷ്ടതയ്ക്ക് അനേക കാരണങ്ങളുണ്ട്. വേദപുസ്തകവും പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടുവരാൻ ഇതൊരു രഹസ്യമായി നിൽക്കുന്നു. ദൈവനാമം മഹത്വപ്പെടാനാകാം. എന്നാൽ ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം, എനിക്കറിയാത്ത, ഞാൻ ചിന്തിക്കാതെ ഈ ലോകത്തിലേക്ക് എന്നെ അയച്ച എന്റെ ദൈവം, ഇന്നയോളം എന്നെ നടത്തിയ എന്റെ കർത്താവ്, എല്ലാം അറിയുന്നവനാണ്, ചിന്തിക്കുന്നവന് മാത്രമാണ്. കർത്താവിനെ പോലെ എന്റെ പിതാവേ നിന്റെ കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചത്. അതിന്റെ ഉത്തരം 3-ാം ദിവസം ലഭിച്ചു, പുനരുത്ഥാനത്തിലൂടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ വേദനകളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഈ ചോദ്യം പലപ്പോഴും കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകുമ്പോൾ, സകലവിധമായ സ്വപ്നങ്ങളും തകരുമ്പോൾ, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുമ്പോൾ, അപ്രതീക്ഷിതമായ ഒരു ദുരന്തം ജീവിതത്തിൽ വരുമ്പോൾ, എന്റെ ദൈവമേ എന്തുകൊണ്ടെന്ന് ചോദിച്ച് പകച്ചു നിൽക്കുമ്പോൾ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശാന്തിയും സമാധാനവും പ്രത്യാശയോടുകൂടെ ദൈവം നടത്തിയ വഴികളിലേക്ക് നോക്കുമ്പോഴാണ് യഥാർത്ഥമായി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. അവസാനമായി കാൽവരി ക്രൂശിൽ കിടക്കുന്ന കർത്താവിനോടുകൂടെ കിടക്കുന്ന 2 കള്ളന്മാർ, അവർ ഒരുത്തൻ കർത്താവിനെ നിന്ദിച്ചു, നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞു. മറ്റവർ പറയുന്നു, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നവനോട് പറയുന്നു. കർത്താവ് പറയുന്നു, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന്. അഗസ്തീനോസ് പറയുന്നത്, ജീവിതകാലം മുഴുവൻ മോഷ്ടിച്ചു നടന്നവൻ അവസാന നിമിഷം സ്വർഗരാജ്യവും മോഷ്ടിച്ചു എന്നാണ് വളരെ പോസിറ്റീവായിട്ട് അതിനെ കുറിച്ച് പറയുന്നത്. ജീവിതകാലം മുഴുവൻ മോഷണം കൊണ്ട് നടന്നവൻ അവസാന നിമിഷം മനസാന്തരത്തിലൂടെ സ്വർഗരാജ്യവും അവൻ നേടിയെന്ന് പറയുന്നു. അവൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, തന്റെ കുറ്റവാളിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നമ്മൾ അർഹതപ്പെട്ടതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, എന്നാൽ ഇവന് അർഹതപ്പെടാത്തത് ഇവന് ലഭിച്ചിരിക്കുന്നു. അവൻ ആ മുഖത്തേക്ക് നോക്കിയിട്ട് തന്റെ കടങ്ങൾക്ക് പരിഹാരവും തന്റെ പാപങ്ങൾക്ക് മോചനവും കർത്താവിനോട് യാചിക്കുന്ന തരത്തിലാണ് അവർ പറയുന്നത്. എന്നെയും നീ ഓർക്കണമേ എന്ന് ഒറ്റ വാചകത്തിൽ അവൻ പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതായ മനസാന്തരത്തിന്റെ അനുഭവങ്ങൾ, സന്ദർഭങ്ങൾ നമ്മളൊക്കെ ഓടുകയെ ചിലപ്പോൾ നമ്മുടെ ഓട്ടം കണ്ടാൽ തോന്നുന്നു 1000കണക്കിന് വർഷങ്ങൾ ഈ ഭൂമിയിൽ നമ്മളൊക്കെ നിലനിൽക്കുമെന്നുള്ള ചിന്തയോടുകൂടെയാണ് ആളുകൾ പലപ്പോഴും പറയാം. ഇതെല്ലാം വെട്ടിപ്പിടിക്കുവാനും കീഴടക്കുവാനുമുള്ള മനുഷ്യന്റെ വ്യഗ്രത കണ്ടാൽ തോന്നുന്നു നമ്മളൊക്കെ അനേകായിരം വർഷങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരാണെന്നുള്ള ചിന്തയിലാണ്. നിത്യതയോ ഈ ലോകത്തിൽ നിന്ന് ഒരു ദിവസം കടന്നു പോകണമെന്നുള്ള ചിന്തയൊന്നുമില്ലാതെ ദൈവത്തിന്റെ വഴികൾ വിട്ട് പലപ്പോഴും നമ്മളൊക്കെ ഓടുമ്പോൾ തമ്പുരാൻ തരുന്ന ഓരോ സന്ദർഭങ്ങൾ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച്, ദൈവികമായ വഴിയിലൂടെയാണോ എന്റെ പ്രയാണം? ഇന്ന് ഞാൻ വിളിക്കപ്പെട്ടാൽ എന്റെ അവസ്ഥ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാണോ നരകത്തിന്റെ അവകാശിയാണോ എന്ന് ചിന്തിക്കാൻ ആ കള്ളനൊരു അവസരം കിട്ടി. കർത്താവിന് അവസാനത്തെ നിമിഷം കിട്ടി. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പ്രതീക്ഷിക്കാതെ മനസാന്തരത്തിന്റെ അനുഭവം പോലും ലഭിക്കാൻ, അതിനെ പശ്ചാത്തപിക്കാൻ പോലും സമയം ലഭിക്കാതെ പലപ്പോഴും കടന്നു പോകുന്ന അനുഭവങ്ങളിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഷ്ഠിച്ച കഷ്ടാനുഭവങ്ങളെയും അവൻ അനുഭവിച്ച യാത്രകളെയും നമുക്ക് നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ആ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് ആ കള്ളനെ പോലെ എന്റെ കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചവനാണെന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഓർക്കാം. 1865 അടിമകൾക്ക് വേണ്ടി പോരാടിയ അമേരിക്കയുടെ അഭിമാനമായിരുന്ന എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ചു. വാഷിംഗ്ടൺ DC-യിൽ നിന്ന് ഇലിനോയ്സിലെ സ്പ്രിംഗ്ഫീൽഡിലുള്ള തന്റെ വസതിയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവന്നു.
അത് പൊതുദർശനത്തിനായി വെച്ചിട്ടിരുന്നപ്പോൾ അനേകായിരം ആളുകൾ കടന്നു പോകും. ഒരു നീഗ്രോ സ്ത്രീ, ഒരു കറുത്ത സ്ത്രീയെ തന്റെ കുഞ്ഞുങ്ങളുമായി നിന്ന് ആ മൃതശരീരത്തിന്റെ അടുത്ത് നിന്ന് വിങ്ങിപ്പൊട്ടി കരയുകയാണ്. 4 വയസ്സ് പ്രായമുള്ള തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് ആ കുഞ്ഞിനോട് ആ സ്ത്രീ പറഞ്ഞു, "Honey, take a long look. This man died for you." ഈ മനുഷ്യനെ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആ മനുഷ്യൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. എബ്രഹാം ലിങ്കൺ അടിമകൾക്ക് വേണ്ടി പോരാടിയ ആ മനുഷ്യനോട് അത്രയും നന്ദി ഒരു നീഗ്രോ സ്ത്രീ തന്റെ കുഞ്ഞിനോട് പറഞ്ഞുകൊണ്ട്, നിന്റെ വിമോചനത്തിന് വേണ്ടി, നിനക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ മരിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ ലിങ്കന്റെ മൃതശരീരത്തിനരികത്ത് നിന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും സമാധാനവും രക്ഷയും തരുവാൻ വേണ്ടി കാൽവറിയിലെ യാഗമായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, എന്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി യാഗമായി തീർന്നുവെന്ന് ഹൃദയത്തിൽ കുത്തുകൊണ്ട് പറയുവാൻ നമുക്ക് സാധിച്ചാൽ മാത്രമല്ലാതെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതല്ലെങ്കിൽ അതിന് പ്രയോജനമില്ലാതെ പോകും. ഞാൻ ബറബാസിനെ കുറിച്ചുള്ളതായ വായന നമ്മൾ കേട്ട് ഒരു ഐതിഹ്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബറബാസ് അവൻ കുറ്റവും കൊലപാതകവും നടത്തി ജയിലിൽ കിടക്കുകയാണ്. ഒരിക്കലും ആ ജയിലിൽ നിന്ന് പുറത്തു വരുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അപ്രതീക്ഷിതമായിട്ട് അവൻ കേട്ടു അവൻ മോചിക്കപ്പെട്ടിരിക്കുന്നു. ബറബാസ് ഉടനെ അത് കേട്ട വഴി തന്നെ അവൻ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ സ്വതന്ത്രനായി? അപ്പോൾ പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ട് ഒരാൾ ഇന്ന് ക്രൂശിക്കപ്പെടുവാനായിട്ട് ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട്. അവൻ അന്വേഷിച്ചു, ആരാണ് എനിക്ക് വേണ്ടിയിട്ട് എന്റെ സ്ഥാനത്ത് ക്രൂശിക്കപ്പെടാൻ ആരാണ് ഇന്ന് ക്രൂശിലേക്ക് പോയതെന്ന് അന്വേഷിച്ചപ്പോൾ യേശു എന്ന ഒരുവനാണെന്ന് അറിഞ്ഞു. ബറബാസ് അവിടെ നിന്ന് കാരാഗൃഹത്തിൽ നിന്ന് അവൻ ഇറങ്ങി ഓടിയത് കാൽവറിയിലേക്കായിരുന്നു. ഐതിഹ്യം പറയുന്നത് ആ കാൽവറി ക്രൂശിലേക്ക് ചെന്നുകൊണ്ട് ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബറബാസ് പറഞ്ഞു, എന്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. നീ എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, എനിക്ക് വേണ്ടി മരിച്ചവനായ എന്റെ കർത്താവിന്റെ ആ സ്നേഹവും ആ സമാധാനവും ക്ഷമയും പ്രത്യാശയുമില്ല ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ കുടുംബത്തിൽ, എന്റെ ഇടവകയിൽ, എന്റെ സമൂഹത്തിൽ എന്റെ കർത്താവേ, നിന്റെ സാക്ഷിയായി ഞാൻ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച ആചരണം അർത്ഥപൂർണമായി തീരും. ഒരു നിമിഷം നമ്മുടെ ശിരസ്സുകളെ നമുക്ക് ദൈവസന്നിധിയിൽ വണങ്ങാം.